ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. വണ്ടി സ്ലോ ആകുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ചേസുമെന്ന് വെൽഡിങ് വിട്ട് വേണ്ടേ, അപ്പോൾ അത് വെൽഡ് ചെയ്യണം. പുകയുടെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പുകയുടെ പ്രശ്നം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരല്പം പുകയുടെ പ്രശ്നം കാണിച്ചായിരുന്നു. അത് നിലവിൽ നമുക്കൊരു ഓയിൽ കത്തണതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങൾ കുറഞ്ഞിട്ടൊന്നുമില്ല. ഓയിൽ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരുള്ളൂ. തന്നെയല്ല, നമുക്കിത് എഞ്ചിൻ വർക്ക് ചെയ്താൻ വേണ്ടിയാണ്. 1 വർഷം വരെ വാറണ്ടി ഉണ്ട്. നമ്മൾ ഓരോ പീരിയോഡിക് സർവീസിനകത്തും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. വാറണ്ടി പീരീഡിൽ തന്നെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോഴത്തെ കേസ് നോക്കണ്ട. പിന്നെ നമുക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി ഓടുന്ന സമയത്ത് സ്ലോ ആകുമ്പോൾ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണക്കാരൻ ഒരു ഇലക്ട്രോണിക് CDA എന്ന് പറയുന്ന യൂണിറ്റാണ്. ഈ എന്ന യൂണിറ്റാണ് എൻ്റെ കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഐറ്റം വരുത്തി മാറ്റിയിട്ടുണ്ട്. 2070 രൂപയാണ് പാർട്സിൻ്റെ വില. 2070. ആ ഐറ്റം കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയി. അതാണ് നമുക്ക് വർക്ക് വൈകിയതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. പാർട്സ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് കിട്ടിയുള്ളൂ. കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഗേറ്റ് സെറ്റ് ആയതുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇവിടുന്ന് വെൽഡ് പോയേക്കായിരുന്നു. അപ്പോൾ നമ്മളത് കൊണ്ടുപോയിട്ട് ചേസിൻ്റെ ഭാഗത്ത് വെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇഗ്നീഷൻ സ്വിച്ച് ഒരു ലൂസ് കോൺടാക്റ്റ് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയോളം വണ്ടി ഉപയോഗിക്കാണ്ട് ഇവിടെ വെച്ചായിരുന്ന വണ്ടിയാണ്. അതിനുശേഷം നമ്മൾ താക്കോൽ ഓണാക്കാനായിട്ട് ഒരുപാട് നേരം ലൂസ് കോൺടാക്റ്റ് വന്നതുകൊണ്ട് അതും കൂടി ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നീഷൻ സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. CD യൂണിറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് വെൽഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1-2 ബോൾട്ടുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ത്രെഡ് പ്രശ്നം കാരണം ബോൾട്ട് 2 മാറ്റിയിട്ടുണ്ട്. ഈ ഗിയറിൻ്റെയും ബോൾട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 3 ബോൾട്ട് നമുക്ക് അഡീഷണൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. വണ്ടി സെൽഫ് പ്രശ്നമാണ്. മോട്ടറൊക്കെ പുതിയ മോട്ടർ വെച്ചാണ്, പക്ഷേ ബാറ്ററി കംപ്ലയിൻറ്റാണ്. ഒരെണ്ണം ചെയ്യുമ്പോൾ ഒരെണ്ണം കംപ്ലയിൻറ്റ് ആ രീതിയിലാണ്. ഇപ്പോൾ മോട്ടറിൻ്റെ കേസൊക്കെ പുതിയ മോട്ടർ വെച്ചായിരുന്നാണ്. അപ്പോൾ ബാറ്ററി നമുക്ക് 2021 ബാറ്ററിയാണ്. ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞാണ് ടെസ്റ്റ് അടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കണേ. അപ്പോൾ നിലവിലിപ്പോൾ CD യൂണിറ്റ് മാറ്റിയേക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് 2000 ചില്ലാൻ്റെ CD യൂണിറ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ഈ ആക്സിലേറ്റർ കേടൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടൈറ്റല്ല, മീൻസ് അതിൻ്റെ ഔട്ടർ ചെറുതായിട്ടൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സർവീസിന് കയറ്റുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മാറ്റിക്കോളാം കേട്ടോ. പീരിയോഡിക് സർവീസിൻ്റെ ചെയ്യുന്നത്. പിന്നെ അത് പുകയുടെ കേസിൽ കൺഫ്യൂഷൻ വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് വാറണ്ടി ഉള്ളതാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കേസ് ഇത്രേ ഉള്ളൂ. കറക്റ്റ് 3000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. അത് കമ്പൽസറി ആയിരിക്കണം. 3000 കിലോമീറ്ററിൽ കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വാറണ്ടി പീരീഡിൽ പറഞ്ഞാൽ 3 ജനറലായിട്ടുള്ള പെയ്ഡ് സർവീസ് തന്നെ ഉണ്ട്. ആ സർവീസ് കറക്റ്റായിട്ട് ചെയ്തോളാം. അതിനിടയിൽ നമുക്കിപ്പോൾ ഈ പുകയുടെ പ്രശ്നം എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്തിട്ട് നമ്മളത് കൂട്ടത്തിൽ ക്ലിയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് ഓടിക്കാം. പിന്നെ ഈ പറഞ്ഞ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ വേറെ കൺഫ്യൂഷനും വരില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അത് ചെയ്ത് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വന്നാൽ ഇപ്പോഴത്തെ ഇത് നോക്കണ്ട. ഓൾറെഡി സൈലൻസറിൽ കുറേ പുകയുണ്ടാവും, ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഹീറ്റാകുമ്പോൾ റേസ് വരും. പിന്നെ അതേപോലെ തന്നെ വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ പെട്രോൾ കത്തണ്ടായി. കൂടുതൽ പെട്രോൾ ചെന്നാലും പുക പോലെ നമുക്ക് തോന്നുള്ളൂ. ആ രീതിയിൽ കാണിക്കും. പിന്നെ കോമൺ ആയിട്ട് ഗ്ലാമർ, സൂപ്പർ സ്പ്ലെൻഡർ മോഡൽ വണ്ടികൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പുകയുടെ പ്രശ്നം, അത് ജസ്റ്റ് ഒറ്റ സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് നമുക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ കുറയേണ്ടെങ്കിൽ മാത്രമാണ് അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. അത് നമ്മൾ ഓരോ സർവീസിലും ചെക്ക് ചെയ്ത് പോകട്ടോ. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ വൈസറൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. ഞാനപ്പോൾ ടൈ ചെയ്തിട്ടൊക്കെ ഉറപ്പിച്ചാൽ വെച്ചേക്കണേ. അപ്പോൾ ആ രീതി തന്നെ പിടിപ്പിച്ചേക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഇന്ന് വൈകിട്ട് നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ.